തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 33-ാം അധ്യായം. മനാസെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അശേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എന്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിന്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരുന്നത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എന്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. മോശ വഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തു നിന്ന് ഇസ്രായേലിന്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവെച്ചില്ല. അതിനാൽ കർത്താവ് അസിറിയ രാജാവിന്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തന്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവന്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറംമതിൽ പണിതു. അത് ഗീബോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി മത്സ്യ കവാടം വരെ എത്തി. അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത്. യൂദായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു. കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു. ദേവാലയഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത്
നഗരത്തിന് വെളിയിൽ എറിഞ്ഞു. അവൻ കർത്താവിന്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാ ബലികളും അർപ്പിക്കുകയും ചെയ്തു. കർത്താവിനെ സേവിക്കാൻ യൂദായോട് കൽപ്പിച്ചു. എങ്കിലും പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു. എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവിനായിരുന്നു. മനാസയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അശേര പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനാസെ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ സിംഹാസന ആരോഹണം ചെയ്തു. ആമോൻ ഭരണം ആരംഭിച്ചപ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ 2 വർഷം ജെറുസലേമിൽ വാണു. പിതാവായ മനാസയെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല. പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി. സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭവനത്തിൽ വെച്ച് അവനെ വധിച്ചു. ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു. അവന്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 34-ാം അധ്യായം. ജോസിയ രാജാവാകുമ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ 31 വർഷം ജെറുസലേമിൽ വാണു. അവൻ കർത്താവിന്റെ മുമ്പാകെ നീതി പ്രവർത്തിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. അവൻ തന്റെ 8-ാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. രാജാവായി 12 വർഷമായപ്പോൾ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങൾ, വാർപ്പു പ്രതിമകൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ മുൻപിൽ വച്ച് അവർ ബാലിന്റെ ബലിപീഠങ്ങൾ തകർത്തു. അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തല്ലിത്തകർത്തു. അശേര പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങളും വാർപ്പു പ്രതിമകളും തച്ചുടച്ചു. അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി. പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠത്തിൽ വെച്ച് കത്തിച്ചു. അങ്ങനെ യൂദായെയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു. മനാസെ, എഫ്രായിം, ശിമയോൻ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു. ഇസ്രായേൽ ദേശത്തുടനീളം ഉണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു. അശേര പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്തു പൊടിയാക്കി. ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു. അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു. 18-ാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിനു ശേഷം അസാലിയായുടെ മകൻ ഷാഫാനെയും നഗരാധിപനായ മാസയായെയും യോവാഹാസിന്റെ മകനും
രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യോവാഹിനെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു. വാതിൽ കാവൽക്കാരായ ലേവ്യർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു. ഈ പണം മനാസെ, എഫ്രായിം, ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ, യൂദ, ബെഞ്ചമിൻ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു. അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു. അവർ പണം ദേവാലയത്തിന്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു. യൂദ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചു പോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുമുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു. പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു. അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത്ത്, ഒബാദിയ, കോഹത്ത് വംശജനായ സക്കറിയ, മെഷുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു. സംഗീത ഉപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതുതരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു. ലേവ്യരിൽ ഇനിയും ചിലർ പകർപ്പെഴുത്തുകാരും സേവകന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു. കർത്താവിന്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശ മുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിന്റെ ഗ്രന്ഥം ഹിൽക്കിയ പുരോഹിതൻ കണ്ടെത്തി. അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു. അത് രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിച്ചിരിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു. കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു, ഹിൽക്കിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. അവനത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. ഹിൽക്കിയ ഷാഫാന്റെ മകൻ അഹിക്കാം, മിഖായുടെ മകൻ അബ്ദോൻ, കാര്യസ്ഥനായ ഷാഫാൻ, രാജസേവകനായ ആസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂദായിലും അവശേഷിക്കുന്ന ജനത്തിനും വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വചനം അനുസരിക്കാത്തതിനാൽ അവിടുത്തെ ഉഗ്രകോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു. ഹിൽക്കിയായും രാജാവ് അയച്ച മറ്റുള്ളവരും കൂടി ഹുൽദ പ്രവാചകിയുടെ അടുത്തേക്ക് ചെന്നു വിവരമറിയിച്ചു. ഹസ്രായുടെ മകനായ തോഹത്തിന്റെയും മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷെല്ലൂമിന്റെ ഭാര്യയാണ് അവൾ. പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത്. അവൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അയച്ചവനോട് ചെന്നു പറയുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ രാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും. അവർ എന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചൊരിയും. അത് ശമിക്കുകയില്ല.
കർത്താവിന്റെ ഹിതമാരായാൻ നിങ്ങളെ അയച്ച യൂദ രാജാവിനോട് പറയുവിൻ. നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുതപിക്കുകയും ദൈവമായ എൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു. നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ഈ സ്ഥലത്തിൻ്റെയും ഇവിടുത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ മടങ്ങി വന്ന് രാജാവിനെ വിവരമറിയിച്ചു. ഉടമ്പടി പുതുക്കുന്നു. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പ ചെറുപ്പമുള്ളമെന്നേ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു. കർത്താവിനെ പിൻചെല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്തു. ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്തിരുന്ന ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു. ഇസ്രായേൽ ദേശത്തു നിന്നുണ്ടാക്കിയിരുന്ന സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു. അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിച്ചോളണമേ. ആമേ. നന്മ തന്നെ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.